ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും അപ്പൊ നമുക്കൊന്ന് ക്ലാസ് തുടങ്ങാം. ഇന്ന് ആരാ പ്രേയർ ചൊല്ലുന്നേ? പ്രേയർ ചൊല്ലുന്ന ആൾക്കാർ 2 മണിക്ക് തന്നെ അറ്റൻഡ് ആവണം കേട്ടോ ക്ലാസ്സിൽ. ഇനി അഥവാ നിങ്ങൾക്ക് അന്ന് എന്തെങ്കിലും തിരക്കോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ലീവ് ആവുക, നേരം വൈകുക എന്നുണ്ടെച്ചെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നെക്സ്റ്റ് ഡേ ആരാണോ അവരോട് പറഞ്ഞ് ഏൽപ്പിക്കണേ. കാരണം നമുക്ക് 2 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ക്ലാസ്. പ്രേയറിന്റെ ആള് പ്രസന്റ് ആയിട്ടുണ്ടോ? മാം ഞാൻ ചൊല്ലട്ടെ. ചൊല്ലിക്കോളൂ. Dear God, thank you for this new day and for our teachers and all the students gathered here. Fill our heart with wisdom, understanding, and kindness. Help us to listen carefully, learn with joy, and respect one another. Guide us in all that we do and help us use our knowledge for good. May this class be filled with peace, learning, and happiness. Amen. Pledge. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Thank you. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. Thank you, ma'am. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെടുത്തെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജസ്റ്റ് എന്താണ് ഓർമ്മ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും? നമ്മൾ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു, മറിയാം മോണ്ടിസോറിനെ പറ്റിയിട്ട്. ഇവിടെ ഇത്ര പേരുണ്ടായിട്ട് ആരും ഒന്നും മണ്ടുന്നില്ല. Montessori system. പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഫായിസ് പറഞ്ഞോളൂ എന്നാ. Hello. കേൾക്കുന്നുണ്ട്. Maria Montessori is a female founder. It's a doctor of Montessori, Maria Montessori, doctor of physician. Hello. Yes. We made the observation for the children mainly. And the house for children is the Casa de Bambini, House of Children. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഇടയിലൊന്നും പറയാത്തത് ഇത് എക്കോ ആയിട്ട് പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. നിങ്ങളുടെ കഴിഞ്ഞാല് നിങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഓഫ് ആക്കിക്കോളൂ കേട്ടോ. ഹലോ, ഫായിസക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മിസ്സേ ഫായിസ് ഇതുവരെ പറഞ്ഞു, മറിയാണ്. ഞാൻ പറയട്ടെ മിസ്സേ? സോറി. ഇനി പറഞ്ഞോളൂ. മറിയ മോണ്ടിസോറി ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്നു. അവര് ഒരു എഡ്യൂക്കേറ്ററും ആയിരുന്നു. മറിയ മോണ്ടിസോറി ആണ് ഈ എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ, മോണ്ടിസോറിന്റെ ഫൗണ്ടർ. പിന്നെ
അവര് ഡോക്ടർ ബൈ പ്രൊഫഷൻ ആണ്. അവര് ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ ഡീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഒബ്സർവേഷൻ ഓഫ് മോണ്ടിസോറി, കുട്ടികൾക്ക് ഒരു ജോലി ചെയ്യാൻ എന്താണ് മുതിർന്ന ആൾക്കാരെക്കാളും കൂടുതൽ സമയം വേണം. അവരതില് എന്താണ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പിന്നെ ഒരു കുട്ടികളുടെ റിതം മുതിർന്നവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അഡൽട്ട് ചിന്തിക്കുമ്പോഴേക്കും ചൈൽഡ് അത് പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താണ് ചൈൽഡിന്റെ എയിം വർക്കിലായിരിക്കും, അതിന്റെ ഇന്റേണൽ വണ്ണിലായിരിക്കില്ല, എക്സ്റ്റേണൽ വണ്ണിലായിരിക്കും, ബട്ട് ഇന്റേണൽ വണ്ണിലായിരിക്കില്ല. പിന്നെ മറിയ മോണ്ടിസോറി സ്പിരിച്വൽ എംബ്രോയോ എന്നവര് കൊണ്ടുവന്നു. പിന്നെ ഇത്ര മതി മിസ്സേ, നല്ലപോലെ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഞാനൊന്ന് ചോദിച്ചതാണ്. ഫായിസയുടെ മുമ്പ് ആരാ സംസാരിച്ചത്? ഞാനേ ഫായിസയുടെ മൈക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സംസാരിക്കുന്നതെന്നാണ്. അതിനു മുമ്പ് ആരാ സംസാരിച്ചത്? മറിയ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഒരു ക്ലാസ്സിലെ മെയിൻ ആ ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കോ ഒരു ടീച്ചറോ അല്ല, ഒരു ചൈൽഡ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മോണ്ടിസോറി എഡ്യൂക്കേഷനില് ചൈൽഡ് സെന്റേർഡ് അല്ലെങ്കിൽ ചൈൽഡിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷനാണ് നടക്കുന്നത്. നമ്മുടെ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷനില് ടീച്ചറാണ് ഒരു എഡ്യൂക്കേഷന്റെ സെന്റർ അല്ലേ? ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. എനിക്കൊരു ഇത് കിട്ടാനാ, പോസിറ്റിവിറ്റി കിട്ടാനാ. ഓക്കെ, അപ്പോ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷന്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ചൈൽഡ്സ് നീഡ്സ്, ഇൻട്രസ്റ്റ്, എബിലിറ്റീസ്, സ്പേസ് ആൻഡ് നാച്ചുറൽ ഡെവലപ്മെന്റ്. അതായത് ഒരു കുട്ടിയുടെ ആവശ്യത്തിനും അവരുടെ ഇൻട്രസ്റ്റിനും അവരുടെ കഴിവിനും എല്ലാം, പിന്നെ അവരുടെ നാച്ചുറൽ ഡെവലപ്മെന്റിനും ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ അടിസ്ഥിതമായിട്ടായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം എന്നാണ് മോണ്ടിസോറിയുടെ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷനിൽ നമ്മൾ ആ കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ഒരു ടീച്ചർ ഫോഴ്സ് ചെയ്തിട്ട് അവരൊരു ഫിക്സഡ് വേയിൽ അവരെ നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് എന്താണ്, അവരുടെ ഒരു ലേണിംഗ് പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യാണ് നല്ലത്. നല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മൾ ഇൻസ്റ്റന്റ് way, teachers provide opportunities for exploration, discovery and ഇവിടെ ടീച്ചർ ഒരു ഗൈഡ് ആണ് റാദർ ദാൻ എ ടീച്ചർ. എന്തുകൊണ്ടായിരിക്കും മറിയ മോണ്ടിസോറി ഒരു ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവര് കൊണ്ടുവന്നിട്ടുണ്ടാവുക? അവര് കുറെ കുട്ടികളെ കണ്ട് അന്ന് പറഞ്ഞിരുന്നല്ലോ, അവര് പിന്നെ ബിൽഡിങ്, അതായത് ജോലിയൊന്നും ചെയ്യാണ്ട് സ്കൂളൊന്നും പോവാണ്ട് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നൊക്കെ കണ്ടപ്പോൾ കുട്ടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള അവര് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്
ഞാൻ ഡെഫിനേഷൻ ഒന്നും കൂടി പറയാം. എന്നോട് ഒന്നും കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ ചൈൽഡ് സെൻട്രഡ് എഡ്യൂക്കേഷൻ ഈസ് എൻ അപ്രോച്ച് of the learning process, forcing the children, education based on the child's need, pace, and natural development. മിസ്സേ ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നില്ല കട്ടാവുന്നുണ്ടോ? മിസ്സേ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, വോയിസ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഓക്കെ. ഇവിടെ കുറച്ച് കാറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടോ, അതാണ്. അപ്പോ ഇനി ഡെഫിനേഷൻ ഇനി പറയണോ? അപ്പൊ ഡെഫിനേഷൻ ഇനി പറയണ്ടാവും വിചാരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാല് നോട്ട്സ് അയച്ചുതരാം ഒക്കെ ഉള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞു അവര് ചെയ്തു. പിന്നെ നാച്ചുറലി കുട്ടികൾ ലേൺ ചെയ്യുന്നതും, അതായത് അവർക്ക് ഫ്രീഡവും മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡവും അവർക്ക് വേണ്ട എൻവിറോൺമെന്റും കൊടുക്കുമ്പോൾ പ്രോസസ്സിന് എല്ലാം മനസ്സിലായി. അങ്ങനെയാണ് അവർ ഈ ഒരു എഡ്യൂക്കേഷന് ഡെവലപ്പ്. ആരും പറയുന്നുണ്ടോ? വോയിസ് കട്ടാവുണ്ട്. ഇപ്പോഴും ക്ലിയർ ഇല്ല? ഹലോ, ഇല്ല മിസ്സേ, പറയുമ്പോ ക്ലിയർ ആവണില്ല. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മുറിഞ്ഞിട്ടാ കേൾക്കണം. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറട്ടെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കട്ടാവുന്നുണ്ടോ? എങ്ങനെയാണ്? മിസ് കൂടുതലായിട്ട് സംസാരിക്കുമ്പോഴാണ് കട്ടായി തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് സംസാരിക്കുമ്പോ കുഴപ്പമില്ല. അയ്യോ, ശരി, ഞാൻ ശ്രദ്ധിക്കാം. റെക്കോർഡ് ഓഫായോ? റെക്കോർഡ് ഓണല്ല? അല്ല മിസ്. എൻ്റെ റെക്കോർഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷനിൽ അത് ഓഫ് ചെയ്യാനാണ് കാണിക്കുന്നത്. സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ആദ്യം സ്റ്റാർട്ട് കൊടുത്തു. ഇപ്പൊ റെക്കോർഡിംഗ് ആണോ? ആ മിസ്, ഇപ്പൊ റെക്കോർഡ്. അപ്പൊ നമുക്ക് ഇതിലോട്ട് തന്നെ പോവാം. അപ്പോ അതിൽ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തപ്പോൾ മെൻഷൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്.
റെസ്പെക്ട് ഇൻഡിവിജ്വാലിറ്റി, encourages independence, develops the whole personality, support natural growth. അതായത് ഓരോ കുട്ടികളും ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആണ്. അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റീസും കഴിവും ഒക്കെ ഉണ്ടാവുക. സോ നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ നമ്മൾ ഓരോ ചിൽഡ്രൻസിന് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിപെൻഡൻസിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, സാധനങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് അവര് പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യുന്നു, അവരത് അവിടെ തന്നെ വെക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും അവരുടെ ഇൻഡിപെൻഡൻസിനെ നമ്മൾ എൻകറേജ് ചെയ്യാണ്. പിന്നെ ഇവരുടെ ഈ ഒരു നമുക്കറിയാം, അവര് സ്വയമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതും ചെയ്യുന്നതും അവരുടെ ആ ഒരു പേഴ്സണാലിറ്റീനെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിൽ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളും വഹിക്കുന്നുണ്ട്. ഇത് അവരുടെ നാച്ചുറൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും കൂടിയുണ്ട്. നമുക്കറിയാം, ഒരു കുട്ടീനെ വാക്കറും ബാക്കിയുള്ള കാര്യങ്ങളിലും നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് നടക്കാനൊക്കെ പഠിപ്പിക്കും. പക്ഷെ അവരുടേതായ ആ ഒരു ടൈം എടുത്ത് നാച്ചുറൽ ആയിട്ട് നടന്നു വരുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഇനിയാണ് നമ്മളുടെ ഇതിപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ഇനിയാണ് നമ്മൾ ഇതിലെ മെയിൻ സംഭവത്തിലേക്ക് കിടക്കുന്നത്. അതായത് മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ സാലിയൻ ഫീച്ചേഴ്സ്. ഇതിൽ നമുക്ക് ട്രഡീഷണൽ എഡ്യൂക്കേഷന്റെയും മോണ്ടിസോറി എഡ്യൂക്കേഷന്റെയും ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇതിന്റെ ജസ്റ്റ് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം മോണ്ടിസോറിയുടെ സാലിയൻ ഫീച്ചേഴ്സ് കൊടുക്കാം, എന്നിട്ട് ഡിഫറൻസ് അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ ഓരോ സാലിയൻ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ഇയർ സ്പാൻ ആണ്. ഒരു കുട്ടി 3 വർഷം ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾക്ക് ഇങ്ങനെ ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ്, ഓരോ വർഷം ഓരോ ക്ലാസ്സിൽ നമ്മൾ ഓരോ വർഷം തോറുമ്പോൾ ഓരോ ക്ലാസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ 3 ഇയേഴ്സ് ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുക എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയണം എന്നില്ല. അപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് അടുത്ത ആ ടോപ്പിക്കിലേക്ക് അങ്ങോട്ട് പോവാം. കാരണം ഞാൻ നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ വെറുതെ ടൈം കളയണ്ടല്ലോ. അതാണ്, ചിലത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ചിലത് ന്യൂ ടോപ്പിക് ആയിരിക്കും. അപ്പൊ അത് വിഷയമല്ല, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. പിന്നെ ഈ ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കണം, അതുകൊണ്ടാണ്. ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നൊക്കെ പറയണ്ടേ. ഇതിൽ മെയിൻ ആയിട്ട് വെച്ചാല് വലിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് വലിയ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് കണ്ടു പഠിക്കാൻ പറ്റും. ഈ ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പേര് പറയാൻ അറിയോ ആർക്കെങ്കിലും? നമ്മൾ പല രീതിയിൽ കാര്യങ്ങൾ പഠിക്കും, പക്ഷെ ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്യണതിന് നമ്മളൊരു പേര് പറയും. അത് മോഡലിംഗ് എന്നാണ്. സൈക്കോളജിയിൽ ഒരു ടോപ്പിക്കാണ് മോഡലിംഗ്. അത് ഇതിൽ ഞാൻ വെറുതെ മെൻഷൻ ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യും. വലിയ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഇത് ഫീച്ചർ എന്ന് പറയുന്നത് അൺഗ്രേഡഡ് ആണ്. ഇവിടെ ഗ്രേഡ് ഇല്ല, ഒരു ഫസ്റ്റ് റാങ്ക് ഇല്ല, സെക്കൻഡ് റാങ്ക് ഇല്ല, ചിൽഡ്രൻസിനെ കമ്പയർ ചെയ്യുന്നില്ല. ഓരോ കുട്ടികളും അവരുടേതായ വേയിൽ ഡിഫറെന്റ് ആയിട്ടാണ് ആ ഓരോ ചൈൽഡും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തത്. നമുക്കറിയാം നമ്മുടെ ട്രഡീഷണൽ എങ്ങനെയാണ്. ഞാൻ നമ്മുടെ മോണ്ടിസോറിയും ട്രഡീഷണലും ഒന്നിച്ചെന്നെ പറഞ്ഞു പോകാം കേട്ടോ. ഓരോ ഇതിലും നമുക്കറിയാം ഫസ്റ്റ് റാങ്കുള്ള കുട്ടി ഉണ്ടാവും, മാർക്ക് ഇല്ലാത്ത കുട്ടി ഉണ്ടാവും. പിന്നെ നമുക്കറിയാം, നമ്മൾ ഒരേ കാര്യത്തിലോട്ടാണ് എല്ലാ കുട്ടികളെയും ഫോഴ്സ് ചെയ്യുന്നത് ട്രഡീഷണല്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല്
ലേണിംഗ് ബൈ ഹാൻഡ്ലിംഗ് ഒബ്ജക്ട്സ് എന്നാണ്. ചിൽഡ്രൻസ് ലേൺ ത്രൂ കോൺക്രീറ്റ് മെറ്റീരിയൽസ് റാദർ ദാൻ ജസ്റ്റ് ഇമേജസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്പേഴ്സിനെ പറ്റി വായിച്ചു കൊടുക്കുമ്പോഴൊക്കെ നമുക്കൊക്കെ എന്താ ചെയ്യുക, ഒരു കാർഡില് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരും. 1 ബോള്, 2 ബോളില് ചിത്രം, 3 ബോളിന്റെ ചിത്രം, അല്ലെങ്കിൽ അങ്ങനെ പല പല ഒബ്ജക്ട്സിന്റെ ഇമേജസ്. പക്ഷെ ഇവിടെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ നമ്പർ റോഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അവര് കളിക്കുന്നുണ്ടാവുക, അവർ പഠിക്കുന്നുണ്ടാവുക. ജസ്റ്റ് വായിച്ചു കൊടുക്കുന്നതിനേക്കാളും അതായത് മീനിങ് ഫുൾ ആയിട്ടാണ് ലേണിങ്ങിനെ ഇതാക്കുകയാണ്. ലേണിംഗ് ബിക്കംസ് മീനിങ് ഫുൾ എന്നതാണ് ആ ഒരു ഇതിൽ വരുന്ന പോയിന്റ്. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ആണ്. അതായത് മെറ്റീരിയൽസിനെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ സെൻസസ് യൂസ് ചെയ്യാം. കൂടുതൽ സെൻസസ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാനും പറ്റും. അതായത് സൈറ്റ്, ടച്ച്, ഹിയറിങ്, മൂവ്മെന്റ്. നമ്മൾ കണ്ടിട്ടും തൊട്ടിട്ടും കേട്ടിട്ടും എല്ലാം അറിയുന്ന കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ജസ്റ്റ് ഞാൻ കേക്ക് മാത്രമേ ചെയ്യുന്നത്. പക്ഷെ ഒന്നും കൂടി ഞാനും വീഡിയോ ഓൺ ആക്കിയിട്ട് ഞാൻ PPT പ്രസന്റ് ചെയ്തിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ 2 സെൻസസ് അവിടെ ഓൺ ആണ്. നിങ്ങൾ കാണും ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വിഷനും ഓഡിറ്ററി അവിടെ ഓൺ ആണ്. സോ അപ്പൊ ഒന്നും കൂടി നിങ്ങൾ പഠിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി ചിൽഡ്രന്റെ കാര്യത്തിൽ മോർ സെൻസസ് ബെറ്റർ ലേണിംഗ്. നെക്സ്റ്റ്, മെറ്റീരിയൽസ് യൂസ് ഫോർ വൺ സ്പെസിഫിക് പർപ്പസ് എന്നുള്ളതാണ്. മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ഒരു സാധനത്തിന് ഒരു സിംഗിൾ പർപ്പസ് ഉണ്ടാവുള്ളൂ ആ ക്ലാസ് റൂമിൽ ഉള്ളതിന്. അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ലേണിംഗ് ബിക്കംസ് മീനിങ് ഫുൾ, അതായത് മീനിങ് ഫുൾ ആയിട്ട് മാറുന്നു. അതാണ് കേട്ടോ ചാറ്റ് ബോക്സ് ചോദിച്ചതിന്റെ ആൻസർ. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ വൺ സ്പെസിഫിക് പർപ്പസ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ. അതായത് ഒരു ടവർ, ഒരു പിങ്ക് ടവർ, സൈസ് ടീച്ച് ചെയ്യുന്ന ഒരു സാധനം 2 സൈസ് ഉണ്ടാവും. അല്ലെങ്കിൽ അത് ആ ഒരു സാധനത്തിന് ആ ഒരു പർപ്പസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ചെറിയ കുട്ടികളാണ്, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഒരു സാധനം വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ മാത്രം പഠിക്കുന്നു. പിന്നെ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് എന്നാണ്. അതായത് അവരുടെ മിസ്റ്റേക്സ് കുട്ടികൾ തന്നെ തിരിച്ചറിയുക, അത് അവർ തന്നെ തിരുത്തുക എന്നുള്ളതാണ്. ടീച്ചർ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ കറക്റ്റ് ചെയ്യരുത്. അവരിന്നൊരു തെറ്റ് സംഭവിച്ചു, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ അവരെന്തെങ്കിലും സാധനങ്ങൾ മറിച്ചിടുക, തട്ടിയിടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, എന്താണ് അവർ ചെയ്യുന്നത്, അത് ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടോ, അവർ ചെയ്യുന്നില്ലെങ്കിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്കുള്ള കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആവും. ഇനിയുള്ളത് പറയുന്നത് ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ്. അതായത് ഇവിടെ ലേണിംഗ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ്, റെഡിനെസ്, എബിലിറ്റീസ്. ഒരു കുട്ടി റെഡി ആണോ, അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസ് എങ്ങനെയാണ്, ഇതിലെല്ലാം വെച്ചിട്ടാണ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ടീച്ചറുടെ ഒരു കൺവീനിയൻസ് എന്നല്ല. ഇപ്പൊ എനിക്ക് വളരെ കൺവീനിയന്റ് ആണ് ക്ലാസ് എടുക്കാൻ, കാരണം ഞാനൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്, നിങ്ങളൊക്കെ എല്ലാവരും അതാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ അഡൽട്സ് ആണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിലും ഓരോ കുട്ടിയുടെ ഇൻട്രസ്റ്റ് വേറെയാണ്. സോ നമ്മൾ 1 by 1 ആയിട്ടാണ് അവിടെ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത്. ചൈൽഡ് ചൂസ് ദ മെറ്റീരിയൽ എന്നുള്ളതാണ് 8ാമത്തെ പോയിന്റ്. അവരെന്താണ് പഠിക്കേണ്ടത്, അത് എന്താണ്, ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് എടുക്കേണ്ടത് എന്നുള്ളത് കുട്ടികൾ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഫ്രീഡം ഓഫ് ചോയ്സ് അവരുടെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യും. പിന്നെ എന്താവും, അവരൊരു റെസ്പോൺസിബിൾ ലീഡേഴ്സ് ആയിട്ടാണ് മാറുക. ചിൽഡ്രൻ ബിക്കം റെസ്പോൺസിബിൾ ലേണേഴ്സ്. കാരണം അവരായിട്ട് തിരഞ്ഞെടുക്കുന്ന സാധനങ്ങൾ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റും കാര്യങ്ങളും കൊടുത്ത് അവർ പഠിക്കും. നെക്സ്റ്റ്, ചൈൽഡ് സെറ്റ്സ് ഓൺ പേസ്. കാരണം ഫാസ്റ്റ്, അത് ഓരോരുത്തരും നമ്മൾ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ടൈമും ഓരോ കാര്യങ്ങളും ആണെന്ന്. ഫാസ്റ്റ് ലേണേഴ്സ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അവർ പഠിച്ചുകൊണ്ടിരിക്കും. സ്ലോ ലേണേഴ്സ് ആർ നോട്ട് പ്രഷേർഡ്. ഫാസ്റ്റ് ആയിട്ട് പഠിച്ചവർ പഠിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ പതുക്കെ പഠിക്കുന്നവർക്ക് ഒരു പ്രഷറും ഇല്ല,
അവർക്ക് അവരുടെ ഇതിന് പഠിച്ചാൽ മതി. പക്ഷെ നമുക്കറിയാം ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ ഡിഫറെന്റ് ആണ്. എല്ലാവരും ഒരേപോലെ പഠിച്ചു കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. ഒരു കുട്ടിയുടെ ആദ്യം കഴിഞ്ഞാല് എല്ലാവരെയും ആ ഒരു സ്പീഡിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ നോക്കുന്നത്. എവറി ചൈൽഡ് ഡെവലപ്സ് ഡിഫറെന്റ്ലി എന്നുള്ളതാണ്. 10ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ചൈൽഡ് ഡിസ്കവേഴ്സ് ഇൻഡിപെൻഡന്റ്ലി എന്നാണ്. എല്ലാ ഉത്തരവും ടീച്ചർ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ എക്സ്പ്ലോർ ചെയ്ത് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്ത് അവരെന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്ന സമയത്ത് അവര് എന്താണ് ആ ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ അവർക്ക് ഉണ്ടാവുകയാണ്. നേരെ മറിച്ച് നമ്മുടെ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ ഫ്രീഡം ഓഫ് ചോയ്സ് ഇൻക്രീസസ് മോട്ടിവേഷൻ. നിങ്ങൾ നോട്ട്സ് എഴുതുന്നുണ്ടോ? ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞ നോട്ട്സ് അയക്കുന്നുണ്ട് കേട്ടോ. ചൈൽഡ് പിന്നെ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ചൈൽഡ് ഡിസ്കവേഴ്സ് ഇൻഡിപെൻഡന്റ്ലി എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് സൈക്കിൾ ഓഫ് ആക്ടിവിറ്റി ആണ്. അതായത് ഒരു വർക്ക് അല്ലെങ്കിൽ എന്തായാലും അവർ ചെയ്യുന്നതും അതിനെ നമ്മൾ ഇന്ററപ്ഷൻ ചെയ്യുന്നില്ല. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല എന്നല്ലേ? ഓക്കെ, മനസ്സിലായി. നിങ്ങളെ ടെക്സ്റ്റ് വരും. ഞാൻ എന്ത് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കുള്ള നോട്ട് ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഞാൻ അയച്ചു തരാം. ഞാൻ ഓൾറെഡി ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് അത് അയച്ചു തരാം കേട്ടോ. നോട്ട് അയച്ചു തരാം, ഇതിനുള്ള ഒരു നോട്ട് അയച്ചു തരാം. അപ്പൊ നിങ്ങൾ എല്ലാ ഡെഫിനിഷൻസും കാര്യങ്ങളും അതിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് തന്ന കാരണമാണ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അയച്ചു തരാത്തത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ സെറ്റാക്കി തരാം. അതായത് ചിൽഡ്രൻ ഒരു വർക്ക് കുട്ടികളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അൺനെസസറി ആയിട്ട് നമ്മൾ അവിടെ ഇന്ററപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ അവരെ നോക്കാത്ത സമയത്ത് തന്നെ അവരുടെ കോൺസെൻട്രേഷനും കാര്യങ്ങളും ഇമ്പ്രൂവ് ആയിപ്പോകും. പിന്നെ 12th പോയിന്റ് റിപ്പീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ 13ാമത്തെ ഇത് തന്നെ ഫ്രീഡം ടു മൂവ് എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ കുട്ടികളെ റെസ്ട്രിക്റ്റഡ് ആയിട്ട്, അതായത് ആ ബെഞ്ചിലും ഡെസ്കിലും ഒതുക്കിയിരുത്തിട്ടാണ് പഠിപ്പിക്കുക. പക്ഷെ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ദേ ക്യാൻ ഫ്രീലി മൂവ് എന്നുള്ളതാണ്. അവർക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. മൂവ്മെന്റ് ബ്രെയിൻ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവരുടെ ആ ഒരു മൂവ്മെന്റ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുള്ളൂ. റെസ്പെക്ട്ഫുള്ളി അവർക്ക് എങ്ങോട്ടും മൂവ് ചെയ്യാം. പിന്നെ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് പറയുന്നത്. ഈ ചൈൽഡ് ലേൺസ് അക്കോർഡിംഗ് ടു ദ ഇൻഡിവിജ്വൽ എബിലിറ്റി. അവരുടെ ഇൻഡിവിജ്വൽ എബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ കുട്ടികളും പഠിക്കുന്നുണ്ടാവുക. ഇവിടെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നില്ല. നമുക്കറിയാം ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ ഇതിങ്ങനെയല്ല എന്നുള്ളത്. പിന്നെ എംഫസിസ് ഓൺ കോൺക്രീറ്റ് ലേണിംഗ് എന്നുള്ളതാണ്. റിയൽ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും ഇത് നമ്മൾ പഠിപ്പിക്കുക. അതായത് ഫ്രൂട്ട്സ്, ഒരു പ്ലാസ്റ്റിക് ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നതിന് നല്ലത് നമ്മൾ റിയൽ ഫ്രൂട്ട്സ് ആണ് ഇവിടെ കൊടുക്കുക. അതെന്താണ്, ഒരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റിലേക്ക് ഇവരെ മൂവ് ചെയ്യും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ റിയൽ വേൾഡ് സെറ്റിങ്സിലേക്കാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്, അല്ലാതെ ഒരു എന്താ പറയാ ഫാന്റസി വേൾഡിലേക്കല്ല. നെക്സ്റ്റ് പോയിന്റ് തന്നെയാണ് റിയാലിറ്റി ഓറിയന്റഡ് എന്നുള്ളത്. അപ്പൊ ഇതിൽ കുറച്ചും കൂടി ഇനി പറയാനുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ജസ്റ്റ് നിങ്ങളിപ്പോ ടെക്സ്റ്റ് ഉള്ളവർ അത് വായിച്ചു നോക്കും, അല്ലാത്തവർക്ക് നിങ്ങൾ എഴുതിയിട്ടുള്ള നോട്ട് ഒന്ന് വായിച്ചു നോക്കൂട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. സോ ഒരു 2:35 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും
ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഞാൻ മീറ്റിംഗ് ഇത് ഓഫ് ചെയ്യണില്ല, ഞാൻ മ്യൂട്ട് ആക്കിയിട്ട് ഇരിക്കാട്ടോ.
ഹലോ, ഇതിപ്പോ ടെക്സ്റ്റ് ഇല്ലാത്ത കാരണം നമ്മള് വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കിനി തുടർന്ന് പോകുമ്പോഴേ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെയുള്ള ടൈമില് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾക്ക് എന്നോട് പറയാം. മീൻസ് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്കത് മനസ്സിലാവും. ബ്രേക്ക് എടുത്തിട്ട് നമ്മുടെ ബ്രെയിനൊരു ബ്രേക്ക് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. നിങ്ങൾ ഇത്ര മനസ്സിൽ വിചാരിച്ചാൽ മതി, നമ്മൾ ഇത്രയും കാലം പഠിച്ചിരുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡിലെ 90% അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാത്താണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. നമുക്കറിയാം ടീച്ചറാണ് മെയിന്, ക്ലാസ് റൂം, ടെക്സ്റ്റ് ബുക്ക് എല്ലാമാണ് മെയിൻ. അവരെന്താണോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണോ പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് ഓരോ സ്റ്റുഡൻസും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വേയിലേക്കാണ് എല്ലാവരും ആ ഒരു നമ്മളെന്താ പറയാ ഒരു അച്ചിലിട്ട് വാർക്കുക എന്ന് പറയുന്ന പോലെ ആ ഒരു മോൾഡ് ചെയ്തെടുക്കുകയാണ് കുട്ടികൾ. പക്ഷെ ഒരു മോണ്ടിസോറിയിൽ എന്ന് പറയുമ്പോൾ എന്താണോ ആ കുട്ടിയിൽ എന്താണ് ഉള്ളത്, അവർക്ക് എന്താണ് കഴിവ്, അവർ സ്ലോ ആണോ ഫാസ്റ്റ് ആണോ എന്നതിനനുസരിച്ചിട്ട് ആ ഒരു കുട്ടിക്ക് എന്താണോ വേണ്ടത് ആ എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവർ വിചാരിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ചൈൽഡ് ഇസ് എ സെന്റർ എന്നുള്ളത്. അത് വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവും. പിന്നെ ഇത്തെ കാര്യങ്ങൾ എന്താണ് ബാക്കി ക്ലാസ് കഴിഞ്ഞ് നോട്ട്സ് വായിച്ചിട്ട് മനസ്സിലാക്കുക. മനസ്സിലായിട്ടില്ല എന്ന് വെച്ചെങ്കിൽ എന്റെ നമ്പർ ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി, എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഫ്രീഡം ടു മൂവ് ആണ്. നമുക്കറിയാം ക്ലാസ്സിലെ കുട്ടികളെ ഒതുക്കി ഇരുത്താറില്ല ട്രഡീഷണലിൽ, പക്ഷെ മോണ്ടിസോറിയിൽ അവര് റെസ്പെക്ട്ഫുള്ളി മൂവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് എല്ലാ. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ, 14ാമത്തെ സൈലന്റ് ഫീച്ചർ ആയിട്ട് വരുന്നത് ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. ഈച്ച് ചൈൽഡ് ലേൺസ് അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽ എബിലിറ്റി എന്നാണ്. ഇവിടെ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒന്നുമില്ല, അത് നമ്മൾ പറഞ്ഞു തോന്നുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. എംഫസൈസ് ഓൺ കോൺക്രീറ്റ് ലേണിംഗ്, അതും നമ്മൾ പറഞ്ഞു അല്ലേ. റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മോണ്ടിസോറി പ്രിഫർ ചെയ്യുന്നത് റിയൽ ലൈഫ് ആണ് ഇൻസ്റ്റന്റ് ഓഫ് ഫാന്റസി എന്നുള്ളത്. നെക്സ്റ്റ് 17ാമത്തെ സൈലന്റ് ഫീച്ചർ സെൻസ് ഓഫ് ഓർഡർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും കുട്ടികളെ എടുത്ത സ്ഥലത്ത് തന്നെ വെക്കുന്നുള്ളത് അവർ ഒബ്സർവ് ചെയ്തുള്ള ഒരു കാര്യമാണ്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ എല്ലാ മെറ്റീരിയൽസിനും ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ടാവും. ആ പ്ലേസിലായിരിക്കും അവര് എന്ത് ചെയ്യുക, ഓരോ സാധനങ്ങൾ അവിടുന്ന് എടുക്കുക, അവിടുന്ന് വെക്കുക. ആ ഒരു സെൻസ് ഓഫ് ഓർഡർ കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യാണ്. ചിൽഡ്രൻ റിട്ടേൺ മെറ്റീരിയൽസ് ആഫ്റ്റർ യൂസ്. ഇതെന്ത് ചെയ്യും, അവരിൽ റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, ഓർഗനൈസേഷൻ എന്നുള്ള ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യും. ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ അധികം അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവണം എന്നില്ല. അതുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ കുട്ടികളെല്ലാം വലിച്ചു വാരി ഇട്ടാൽ തന്നെ ടീച്ചേഴ്സ് ആയിരിക്കും മേ ബി അത് ഓർഗനൈസ് ചെയ്ത് വെക്കുക. 18th പോയിന്റ് എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ ഓഫ് സെൻസിറ്റീവ് പീരീഡ് ആണ്. ഒരു സെൻസിറ്റീവ് പീരീഡ് ഉണ്ട്. സെൻസിറ്റീവ് പീരീഡ്സ് ആർ സ്പെഷ്യൽ സ്റ്റേജസ് when children learn certain skills easily. ചില സ്കില്ല് കുട്ടികൾ പെട്ടെന്ന് പഠിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ഇതിനെയാണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ലാംഗ്വേജ്, മൂവ്മെന്റ്, ഓർഡർ, ഈ കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്ന ഓരോരോ സ്പെഷ്യൽ പീരീഡ്സ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസിറ്റീവ് പീരീഡ്സ്. നമ്മൾ ട്രഡീഷണൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പീരീഡ് കണക്കാക്കുന്നില്ല, കാരണം എല്ലാ കുട്ടികളും ഒരേ ടൈം ലൈനിൽ പഠിച്ചു പോകണമെന്നാണല്ലോ പറയുന്നത്. ടീച്ചർ എന്താ ചെയ്യേണ്ടത് ഇവിടെ, ദീസ് പീരീഡ്സിനൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എംഫസൈസ് ഓൺ കോൺക്രീറ്റ്. അതായത് ചില പോയിന്റ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് പോലെ വരുന്നുണ്ട്. അതായത് ഇതിൽ എന്താ പറയണെന്ന് വെച്ചാൽ റിയൽ എക്സ്പീരിയൻസ് അവർ ലേൺ ചെയ്യണം എന്നുള്ളത്. നമ്മൾ ആ ഒരു രാക്ഷസി മൂവീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഒരു കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർ നന്നായിട്ട് പഠിക്കും. പിന്നെ ക്വയറ്റ് ബൈ ചോയ്സ് എന്നുള്ളതാണ്. ചില കുട്ടികള് സൈലന്റ് ആയിട്ടിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഒരിക്കലും പണിഷ്മെന്റ് പേടിച്ചിട്ടല്ല. ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ അടി കിട്ടും എന്ന് പേടിച്ചിട്ടും, നമുക്കറിയാം ബോർഡിൽ ടീച്ചർ വരുന്നവരാരെങ്കിലും സംസാരിച്ചാൽ പേര് എഴുതി വെക്കും ചെറിയ കുട്ടികള്. അപ്പോ സോ അങ്ങനെയല്ല ഇവിടെ അവര് എന്താണ് റെസ്പെക്ട് ചെയ്യുക, അതേഴ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അവരവിടെ ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എൻവിറോൺമെന്റ് പ്രൊവൈഡ്സ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. ഒരു ക്ലാസ് റൂം
നാച്ചുറൽ അല്ലെ ഇതെന്ന് അവർ വരുമ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ക്ലാസ് അവരില് ക്ലാസ് റൂം ആണെച്ചെങ്കിൽ അത് നാച്ചുറലി അവരിൽ ഒരു ഡിസിപ്ലിൻ പ്രൊമോട്ട് ചെയ്യും. ഓരോ സാധനങ്ങൾ എടുക്കുന്നത് അവർ തന്നെ അവിടെ വെക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും അവരിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കും. സെൽഫ് മോട്ടിവേഷൻ ആണ് നെക്സ്റ്റ് പോയിന്റ്. കുട്ടികൾ എന്തുകൊണ്ട് പണിയെടുക്കുന്നത്, വർക്ക് ചെയ്യുന്നത്, അവരത് എൻജോയ് ചെയ്യുന്നുണ്ടോ, അല്ലാതെ ഒരു റിവാർഡിന് വേണ്ടിയിട്ടല്ല. ഇത് അവർക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാക്കും. ആ ഒരു മോട്ടിവേഷൻ കാരണമാണ് അവരൊരു വർക്ക് ചെയ്യുന്നതും അവർ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു റിവാർഡോ കാര്യങ്ങളോ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ടീച്ചർ ഈസ് എൻ ഒബ്സർവർ ആൻഡ് ഡയറക്ടർ എന്നുള്ളതാണ്. ടീച്ചർ ഒബ്സർവ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. ബട്ട് ടീച്ചർ ഈസ് നോട്ട് ദി സെന്റർ. ദി ചൈൽഡ് ഈസ് ദ സെന്റർ ഓഫ് ദിസ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ടീച്ചർ ഒബ്സർവ് ചെയ്യുക, അവർ ഒബ്സർവ് ചെയ്യുക, അവർക്ക് ഗൈഡൻസ് വേണം, അത് കൊടുക്കുക. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം, അത് കൊടുക്കുക. അല്ലാതെ ഒരിക്കലും അവരെ ഒരു ഫിക്സഡ് വേയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ല. നെക്സ്റ്റ് ജോയ് ഓഫ് വർക്ക് ആണ്. ചിൽഡ്രൻസ് എൻജോയ് ലേണിംഗ് ബിക്കംസ് ഡിസ്കവറി. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അവർ ഡിസ്കവർ ചെയ്യും. അപ്പൊ അവരൊരു കാര്യം ചെയ്തു തുടങ്ങുന്നത് അതിന്റെ ഔട്ട്കം അങ്ങനെ വരും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. സോ അവരിങ്ങനെ കളിക്കുകയാണ്, അതിൽ തന്നെ അവർ പല കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ഹെൽപ്പിംഗ് വൺ അനദർ എന്നുള്ള പോയിന്റ് ആണ്. അവരെന്ത് ചെയ്യും, നമുക്കറിയാം 3 വർഷം വരെ ഒരു കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കുട്ടികൾ അവിടെ ഉണ്ടാവും. അപ്പോ പുതിയതായിട്ട് വരുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പൊ എന്താ, ഓൾഡർ ചിൽഡ്രൻസിന് നാച്ചുറലി ആ യങ്ങേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അസിസ്റ്റ് ചെയ്തിട്ടും ഹെൽപ്പ് ചെയ്തിട്ടും വളരുന്നുണ്ടാവും. ഇതെന്ത് ഡെവലപ്പ് ചെയ്യും, കോപ്പറേഷൻ ഉണ്ടാക്കും, എമ്പതി ഉണ്ടാക്കും, ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാക്കും. ഇത്രയാണ് മോണ്ടിസോറി ടീച്ചിങ്ങിലെ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഡിഫറൻസ്, സാലന്റ് ഫീച്ചേഴ്സ് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറൻസ് ഒന്ന് നമ്മളിപ്പോ എല്ലാ ഡിഫറൻസും പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ എന്നാലും ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ 3 ഇയർ സ്പാൻ ആണ് മോണ്ടിസോറിയിൽ. 1 ഏജ് ക്ലാസ് ആണ് ട്രഡീഷണല്. മോണ്ടിസോറിയിൽ അൺഗ്രേഡഡ് ആണ്. ചൈൽഡ് ലേൺ ത്രൂ മെറ്റീരിയൽസ്, സ്പെസിഫിക് ലേണിംഗ് മെറ്റീരിയൽസ്, സെൽഫ് കറക്ഷൻ, ചൈൽഡ് സെന്റേർഡ്, ചൈൽഡ് ചൂസസ് മെറ്റീരിയൽസ്, പിന്നെ ചൈൽഡ് സെറ്റ് പേസ്, ഫ്രീഡം ഉണ്ട് അവിടെ, കറപ്ഷൻ കുറവാണ്, ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്, കോൺക്രീറ്റ് ലേണിംഗ് ആണ്, റിയാലിറ്റി ബേസ്ഡ് ആണ്, സെൻസ് ഓഫ് ഓർഡർ ഉണ്ട്, സെൻസിറ്റീവ് പീരീഡ് ഉണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ക്വയറ്റ് കുട്ടികൾ സൈലന്റ് ആണ്, അത് ഫോഴ്സ് ചെയ്തിട്ടല്ല, എൻവിറോൺമെന്റ് അവർക്ക് ഒരു ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, ടീച്ചർ ഒബ്സർവർ ആണ്, ജോയ് ഓഫ് വർക്ക്, ഹെൽപ്പ് വൺ അനദർ എന്നുള്ളതാണ്. ഇനി നമ്മുടെ ട്രഡീഷണൽ എങ്ങനെയാണ്, 1 ഏജ് ക്ലാസ് ആണ്. ഒരു ഏജുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിൽ, ഗ്രേഡഡ് ആണ്, റാങ്കിങ് സിസ്റ്റം ഉണ്ട്, ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഒരു മെറ്റീരിയൽ ഒരുപാട് പർപ്പസിന് അവർ യൂസ് ചെയ്യുന്നുണ്ട്, ടീച്ചർ അവരെ കറക്റ്റ് ചെയ്യാണ്, ടീച്ചറാണ് സെന്റർ, ടീച്ചർ ഡിസൈഡ് ചെയ്യും, ടീച്ചർ സെറ്റ് സ്പേസ്, ടീച്ചർ ഡയറക്ട്സ്, ഫ്രീക്വന്റ് ആയിട്ട് അവർ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഗ്രൂപ്പ് ലേണിംഗ് ആണ്, അബ്സ്ട്രാക്ട് ലേണിംഗ് ആണ്, ഫാന്റസി ആണ്, റോൾ പ്ലേ ആണ് അവിടെ നടക്കുന്നത്, മെറ്റീരിയൽസ് കെപ്റ്റ് എവ്രിവർ, കിട്ടുന്ന സ്ഥലത്ത് എല്ലാ മെറ്റീരിയൽസ് വെക്കാം, ചിൽഡ്രൻ ട്രീറ്റഡ് അലൈക്ക്, അവര് ഒരു സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ്മെന്റും കൊടുക്കുന്നില്ല, അവർ സൈലന്റ് ആയിരിക്കുന്നത് ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ്, ടീച്ചറാണ് അവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത്, ടീച്ചറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ടീച്ചറാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, അവരോടൊരു കാര്യം ചെയ്യാൻ പറയുന്നത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്, അവർ ടീച്ചറെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. അതായത് എന്താണ് ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ, പിന്നെ ട്രഡീഷണൽ എഡ്യൂക്കേഷന്റെയും മോണ്ടിസോറി എഡ്യൂക്കേഷന്റെയും ഡിഫറൻസ് എന്താണ്, മോണ്ടിസോറിയുടെ സാലിയന്റ് ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമില് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമില് അവരെല്ലാവരും ഒരു വർക്ക് ചെയ്യണം, അല്ല ഒരു കുട്ടി നേരത്തെ കഴിഞ്ഞു, ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിലും ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിലും എന്താണ് നടക്കുക, എങ്ങനെയാണ് ടീച്ചർ റെസ്പോണ്ട് ചെയ്യുക? ഹലോ 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 പറഞ്ഞോളൂ.
ട്രഡീഷണലാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് കഴിഞ്ഞ കുട്ടിയുടെ ടൈമിനുള്ളിൽ തന്നെ എല്ലാ കുട്ടികളും ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കണം. മറിച്ച് മോണ്ടിസോറിയിലാണെങ്കിൽ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ അത് ചെയ്തിട്ട് തീർത്താൽ മതി വർക്കുകൾ. അതെ, നമ്മൾ ട്രഡീഷണൽ ആണെങ്കിൽ എന്തും ടീച്ചർ ആ ഒരു കുട്ടീനെ ഇതാക്കിയിട്ട് കഴിയാത്തവരെ ഒന്ന് അങ്ങനെ ഒരു സംസാരിക്കാൻ ഉള്ള സാധ്യത. അതായത് ആ കുട്ടി പെട്ടെന്ന് കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യണം, അവൻ നല്ല കുട്ടിയാണ് എന്നൊക്കെ ഉള്ള ഒരു റെസ്പോൺസ് അവിടെ ഉണ്ടാവും. മോണ്ടിസോറിയിലാവുമ്പോൾ ആ കുട്ടി അവർ ചെയ്തു, അത് അവരെ വിടുന്നു. നെക്സ്റ്റ് ബാക്കിയുള്ള കുട്ടികളെ അവരുടെ ടൈം എടുത്തിട്ട് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇതാണ് മോണ്ടിസോറിയിലും ട്രഡീഷണലും ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഒരു കുട്ടി ബീൻസ് കൊണ്ട് കളിക്കുകയായിരുന്നു, പക്ഷെ അത് അങ്ങനെ സ്പില്ല് ചെയ്ത് കളഞ്ഞു അവിടെ. അപ്പൊ എന്താ ചെയ്യാ? നജ്ം സുൽത്താന, അവരെന്താണോ ചെയ്യുന്നത് അത് ഒബ്സർവ് ചെയ്യും. മോണ്ടിസറി ആണെങ്കിൽ ഇതാ നമ്മൾ എന്തേലും അവർ തന്നെ അവർ സ്വയം ക്ലീൻ ആക്കും അത്. അവരത് ക്ലീൻ ആക്കാൻ വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കും. ഇന്നിപ്പോ ക്ലാസ് എടുത്തപ്പോ കുറച്ച് സ്പീഡ് കൂടുതലായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ഇല്ല മിസ്, ഫസ്റ്റ് എടുത്തപ്പോ ഒന്നും മനസ്സിലായില്ല, ലാസ്റ്റിക്കാണ് മനസ്സിലായത്. അതായത് നമുക്ക് മേ ബി അതെന്തെങ്കിലും പുതിയൊരു കൺസെപ്റ്റിലോട്ട് വരികയാണല്ലോ. അതായത് ഞാൻ പറഞ്ഞ പോലെ ചൈൽഡ് ആണ് ഒരു സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പിന്നെ കേൾക്കുമ്പോൾ അതൊന്നുകൂടി എളുപ്പമുണ്ടാവും. പിന്നെ നിങ്ങൾ കേട്ടുകൊണ്ട് ഇനി നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലായി കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ക്ലാസ് എപ്പോഴും കേട്ടതിന് ശേഷം നോട്ട്സും വായിച്ചു നോക്കുക, ടെക്സ്റ്റും വായിച്ചു നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇന്ന് മെയിൻ ആയിട്ട് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോ അത് ഇത്ര തന്നെ ഉള്ളൂ പറയാൻ. ഇതില് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും തോറും ചിലപ്പോൾ അത് കൂടുതൽ കൺഫ്യൂഷനിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഫസ്റ്റ് ക്ലാസ്സിൽ കാര്യമായിട്ട് ഇൻട്രൊഡക്ഷൻ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാന് വിചാരിച്ചൊരു ഇന്റർഫേസ് ആയിരുന്നില്ല ഈ ആപ്പിന്. ഞാൻ കൂടുതൽ സൂമിനും ഗൂഗിൾ മീറ്റും ആണ് കണ്ട് പരിചയമുള്ളത്. ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും വന്നപ്പോൾ പെട്ടെന്ന് ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്നെ പറ്റി പരിചയപ്പെടുത്തിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ, ഫസ്റ്റ് ക്ലാസ് സ്പീഡ് ആയിരുന്നു എന്നല്ലേ? അത് ഫസ്റ്റത്തെ ക്ലാസ് അല്ലേ? ഞാൻ റെഡിയാക്കാം. നിങ്ങൾ സ്പീഡ് കൂടുതലുണ്ട്, മനസ്സിലാവുന്നില്ല, ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയച്ച് പറയണം. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ഹുസ്ന ജാസ്മിൻ എന്നാണ്. ഞാൻ ഫസ്റ്റ് ഇത് ഇന്ന് ക്ലാസ് ടോപ്പിക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇൻട്രൊഡക്ഷനിലേക്ക് നിൽക്കാൻ വിചാരിച്ചിട്ടാണ് ലാസ്റ്റിലേക്ക് കഴിഞ്ഞത്. ഞാൻ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അത്രയാണ് എന്നെ പറ്റി പറയാൻ. ഞാൻ ടീച്ചിങ്ങും ഇപ്പൊ നിങ്ങൾക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഇനി നിങ്ങളെയൊക്കെ പറ്റി ഒന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ? ഹലോ, ലീവ് ആവട്ടെ, മോനിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്ടായത്. ലീവ് ആയിക്കോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരും ലീവ് ആയിക്കോളൂ. നിങ്ങളെല്ലാവരും നിങ്ങളെ പറ്റിയിട്ട് ഗ്രൂപ്പിൽ സംസാരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കാം. ഓക്കെ, എൻ്റെ വീട് ഒറ്റപ്പാലത്താണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വാട്സപ്പിൽ സംസാരിക്കാം. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കൂടുതൽ ഇൻട്രൊഡക്ഷൻസ് നമുക്ക് ക്ലാസ് ടൈമിൽ വേണ്ട, വാട്സപ്പിൽ നമുക്ക്
ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ പേഴ്സണൽ ആയിട്ട് എല്ലാവരും അവിടുന്ന് പരിചയപ്പെടാം. ഓക്കെ, നോട്ട്സ് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേനും അയച്ചു തരാം കേട്ടോ.